ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ അമൽ ബാബു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മളെ ഈ കാലാവസ്ഥ ഭയങ്കര മോശമാണ്, ഭയങ്കര ചൂടാണ്. വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനും ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ജസ്റ്റ് കിടക്കണമെങ്കിൽ തന്നെ വീട്ടിനകത്തുള്ള കട്ടിലെടുത്ത് പുറത്ത് കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് ഒരു വെറൈറ്റി ഒരു കട്ടിലാണ് പണിയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കട്ടിലായിരിക്കാം, വരിച്ചിൽ കട്ടിൽ. അത് നമുക്ക് എങ്ങനെ സ്വന്തമായി നിർമ്മിക്കാവുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് വലിയ സംഭവം വലുതായിട്ടൊന്നും അറിയത്തില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് നമുക്ക് കൊച്ചു വേസ്റ്റ് പൈപ്പ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ പുതിയ പൈപ്പൊന്നും എടുത്ത് ചെയ്യുന്നില്ല. പഴയ പൈപ്പിൽ അതിനെ ജോയിൻറ്റ് ചെയ്ത് കുറച്ച് കയറൊക്കെ വെച്ച് കെട്ടി വരിഞ്ഞൊക്കെ എടുത്താണ് ഈ സംഭവം ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോയിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അന്നേരം വീഡിയോയിലോട്ട് കിടന്നാലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ നമ്മളെ കട്ടലിലെ ഫ്രെയിം വർക്ക് തീർന്നിരിക്കുകയാണ്. ഫ്രെയിം വർക്കേ തീർന്നുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വരും. നെറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ കയറാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കയറെന്ന് പറഞ്ഞാൽ ഇതാണ്, റോപ്പാണ്. ഇത് മാർക്കറ്റിൽ നമ്മൾ സുലഭമായിട്ട് കിട്ടുന്ന സംഭവമാണ്.
ഇനി കിലോയ്ക്ക് 1 കിലോ ഞാൻ മേടിച്ച് 200 രൂപയ്ക്കാണ്. 1 കിലോ 200 രൂപ. ഇത് 1 കിലോ ഫുള്ള് തയ്യോ എനിക്കറിയാൻ വയ്യ. ഇതെൻ്റെ ഇവിടെ നമ്മളെ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കടകളൊന്നും തുറക്കുന്നില്ല. ഇവിടെ ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ഉള്ളത് മൊത്തം ഞാൻ മേടിച്ചു. അതിപ്പോൾ 1 കിലോ ഉള്ളത്. ഈ സംഭവമാണ് നമ്മൾ വരിയാൻ പോകുന്നത്. ഇത് വരിഞ്ഞ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ജസ്റ്റ് ട്രൈ ചെയ്യുവാണ്. എന്തുമാത്രം ഭംഗിയാവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്താലോ? ഫ്രണ്ട്സ്, നമ്മൾ കയർ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രീതിയിൽ നമ്മൾ ചുറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പണി ഒരുപാട് മെനക്കേടാവും, ബുദ്ധിമുട്ടാവും. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കയറിനെ ഒരു ഫ്രെയിമിനകത്ത്, ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇതൊരു എക്ട്രയാണ്. ഇതിനകത്ത് നമ്മൾ ഈ കയർ ചുറ്റാൻ പോവുകയാണ് മൊത്തത്തിൽ. കാരണം ഇത് കയറ്റി കറക്റ്റായിട്ട് നമുക്ക് ഈ കയർ ഇടയ്ക്കൂടെയൊക്കെ കയറ്റി ഇറക്കാൻ ഇത് അല്ലാതെ ഈ ഫുൾ കയർ കയറ്റി ഇറക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കൂടെ കയറ്റി ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു മൂലയിൽ നിന്ന് തന്നെ ചുറ്റി തുടങ്ങുവാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കട്ടിലിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം കണ്ടല്ലേ, അടിപൊളിയാണല്ലോ. നല്ല സുഖമാണ്, കിടക്കാൻ നല്ല കംഫർട്ടബിളാണ്. കാരണം ചൂട് അടിയുന്നതായാലും മേളിൽ നല്ല കറക്റ്റായിട്ട് ഫ്രഷ് എയർ കയറും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടാൽ ഇത് മനസ്സിലാവുന്നത് എങ്ങനെ ചെയ്യണമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഴയ സെക്ഷൻ, പഴയ ഒന്നിക്കൊന്ന് ട്യൂബാണ് എടുത്ത് ചെയ്തിരിക്കുന്നത്. അത് വേസ്റ്റ്, അതായത് ജോയിൻ്റ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് അതിന് ചിലവില്ല. കാരണം ഇവിടെ പഴയ പൈപ്പൊക്കെ ആയതുകൊണ്ട് വലിയ ചിലവ് അതിനില്ല. പിന്നെ കയറ് മേടിച്ചു. കയറ് 1 കിലോ കയറാണ് മേടിച്ചിരിക്കുന്നത്. അതിന് 200 രൂപയാണ് 1 കിലോ കയറിൻ്റെ വില. എളുപ്പമാണെന്ന് വിചാരിക്കും. കൈ വരിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി മെനക്കെട്ട കൈക്ക് നല്ലോണം ചുമന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. പിന്നെ ഒന്ന് നീളമെന്ന് പറഞ്ഞാൽ 6 അടിയും വീതി 3 അടിയുമാണ് കേട്ടോ. ഹൈറ്റ് ഒരു 1.5 അടി മതിയോ, ഇത്രയും ഹൈറ്റ് വേണമെന്നില്ല. കുഴപ്പമില്ല. എന്നാൽ 22 ഇഞ്ചാണ് ഇപ്പോൾ ഹൈറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് ഇടുന്ന കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തിക്കാണ് ഞാൻ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും ഇതിൽ മികച്ചൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.